നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നാളിതു പോരാ നാളിതു പോരാ നാളിതു പോരാ നാളിതു പോരാ ഭാവിയമെന്ന് നേടുവാനേശു കാൽവരിയിൽ തന്നെ ഭാവിയമെന്ന് നേടുവാനേശു കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയവർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയവർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവൻ ചെയ്ത നന്മകൾ നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ നാളിതു പോരാ നാളിതു പോരാ നാളിതു പോരാ കാലിനു പാടുകൾ പറയപ്പെട്ടതു എൻ പേർ കാണുമ്പോ കാലിനു പാടുകൾ പറയപ്പെട്ടതു എൻ പേർ കാണല്ലോ. കുരിശിന സ്നേഹം നോക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. കുരിശിന സ്നേഹം നോക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നാളിതു പോരാ നാളിതു പോരാ ആയുസ്സിതു പോരാ നാളിതു പോരാ മുൾമുടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ പറഞ്ഞാട്ടെ ഒരിക്കലും പോരാ നാളുകളിൽ പോരാ ഭാവിയിൽ പോരാ നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ നാളിതു പോരാ ആയുസ്സിതു പോരാ നാളിതു പോരാ നാളിതു പോരാ ആയുസ്സിതു പോരാ. ജീവിതപാതയിൽ നാളുകളേറെ ഉഴഞ്ഞു വീഴാതെ ജീവിതപാതയിൽ നാളുകളേറെ ഉഴഞ്ഞു വീഴാതെ ഭാഗ്യ നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഭാഗ്യ നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ എല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ നാളിതു പോരാ ആയുസ്സിതു പോരാ നാളിതു പോരാ നാളിതു പോരാ ആയുസ്സിതു പോരാ. ഭാവിയമെന്ന് നേടുവാനേശു കാൽവരിയിൽ തന്നെ ഭാവിയമെന്ന് നേടുവാനേശു കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതു പോരാ നാളിതു പോരാ ആയുസ്സിതു പോരാ 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 നാളിതു പോരാ നാളിതു പോരാ ആയുസ്സിതു പോരാ
രാത്രികാലം ആമേൻ ഹല്ലേലൂയ. എല്ലാവർക്കും അതാ സ്ഥാനങ്ങളിലിരിക്കാം. യേശുവിന്റെ രക്തത്താൽ ജീവനെടുക്കുന്നു. ആമേൻ ഹല്ലേലൂയ. 8:30 മണി നമ്മുടെ മുമ്പിലായി. ഇന്ന് ഒരുപാട് താമസം തുടങ്ങിയത്. ആമേൻ ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിച്ച് പെട്ടെന്ന് ആമേൻ ഹല്ലേലൂയ എന്നുള്ള കാര്യം ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 118-ാം സങ്കീർത്തനം അതിന്റെ 13-ാം വാക്യം. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമായിരിക്കുന്ന നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് നൽകി. കർത്താവേ ഹല്ലേലൂയ. മാനുഷ്യമായിരിക്കുന്ന ശബ്ദമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം രാത്രികാലം ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിന് പത്രോസിന്റെ നാവിനോട് കൂടെ ഇരുന്നതുപോലെ ആത്മാവിന്റെ സാന്നിധ്യം അതിനോട് കൂടെ ഇരിക്കണം. ആമേൻ ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് കടന്നു വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റണം, വിടുതലിന് കാരണമാക്കി മാറ്റണം. ഇന്നത്തെ വചനം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണം, അതിനായി ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനകളായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ആമേൻ. അവിടെ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ധൈര്യത്തോടെ ആമേൻ അകത്തളങ്ങളിൽ അഭിഷേകമുള്ളവനാണ്. ആമേൻ. അകത്തളങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകമുള്ളവൻ പറയുന്ന വാക്കാണ് നമ്മളോട് വായിച്ചു കേട്ടത്. നീ ജീസസ്. ഹല്ലേലൂയ. ആരാണ്? ഹല്ലേലൂയ. ശത്രുവിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നീ ജീസസ്. ഹല്ലേലൂയ. നീ എന്നെ വീഴുവാൻ തക്കവണ്ണം ചെയ്തു. ഹല്ലേലൂയ. ഞാൻ വീഴുവാൻ, തകർന്നു പോകുവാൻ, ഇല്ലാതെയായി പോകാൻ, ആമേൻ ഹല്ലേലൂയ, പെട്ടിയിലാകാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ 6 അടി മണ്ണിന്റെ താഴ്ചയിലേക്ക് ആമേൻ എന്നെ ആമേൻ ഹല്ലേലൂയ ഇറക്കി വെക്കാൻ, ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നീ അതിനുള്ള പദ്ധതി ഇട്ടുകൊണ്ട് നീ എന്ത് ചെയ്തു? എന്നെ തള്ളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറപ്പോടെ ആമേൻ ഭക്തൻ പറയുന്നു, നീ എന്നെ തള്ളിയെങ്കിലും എന്നെ കരുതുന്ന ഒരുവൻ എന്നോട് കൂടെ. ഹല്ലേലൂയ. എന്നെ വിളിച്ചിരിക്കുന്നവൻ ഒരുവൻ എന്നോട് കൂടെയുണ്ട്. അന്ത്യം വരെയും നിന്നെ വഴി നടത്താമെന്ന് വാക്ക് പറഞ്ഞവൻ എന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞവൻ എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ശത്രുവിന്റെ തലയെ തകർത്തവനായ ക്രിസ്തു എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അധികാരത്തെ അവൻ എനിക്ക് നൽകിയ അധികാരത്തെ ഞാൻ നിങ്ങളിലേക്ക് കൈമാറി എന്ന് പറഞ്ഞവൻ, ആ അല്ലെങ്കിൽ അധികാരത്തെ കൈമാറിയവൻ എന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് നീ വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി, പക്ഷേ ഹല്ലേലൂയ ഞാൻ വീണില്ല. എന്നെ ചെയ്തു. നീ എന്നെ വീഴ്ത്തിയിട്ട് ചിരിക്കാനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ തകർന്നു പോകുന്നത് കണ്ടിട്ട് ചിരിക്കാനായിരുന്നു. ഹല്ലേലൂയ. എന്റെ കുടുംബം ആമേൻ ഹല്ലേലൂയ തകർന്നു പോകുന്നത് കണ്ടിട്ട് നിനക്ക് ചിരിക്കാനായിരുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവന്റെ ജീവിതം തകർന്നു പോകുന്നത് കണ്ടിട്ട് നിനക്ക് ചിരിക്കാനായിരുന്നു. യേശുവിന്റെ നാമത്തിൽ. അവൻ എന്റെ തലമുറയുടെ ഭാവി തകർന്നു പോകുന്നത് കണ്ടിട്ട് അവൻ നിനക്ക് ചിരിക്കാനായിരുന്നു. രക്തത്താൽ ജയമെടുക്കുകയാ. അവൻ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ സമാധാനം ഇല്ലാതാക്കി അവൻ 4 വശത്തേക്ക് അവൻ ചിതറിപ്പോകുന്നത് കണ്ട് നിനക്ക് ചിരിക്കാനായിരുന്നു നീ തള്ളിയത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷേ അവൻ നീ തള്ളി, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നോട് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ. എന്നെ ആമേൻ എന്റെ ബലഹീനതയിൽ എന്നോട് ആമേൻ കൂടെ ഇരിക്കുന്നവൻ, എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിലും അവൻ എന്റെ കരത്തെ ആമേൻ ഹല്ലേലൂയ അവന്റെ കരത്തെ എന്നെ താങ്ങുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രികാലം ഇതിനകത്തളങ്ങളിൽ ഇരിക്കുന്ന ദൈവമക്കളെ ആമേൻ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം വീഴുവാൻ തക്കവണ്ണം അവൻ തള്ളി.
എത്ര പ്രാവശ്യം കുടുംബജീവിതം തകർന്നു പോകത്തക്കവണ്ണം അവൻ തള്ളി. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം തലമുറകൾ ആമേൻ കൂടെ നിൽക്കാൻ കഴിയാതെ വണ്ണം ആമേൻ അകന്നു പോകത്തക്കവണ്ണം അവൻ തള്ളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പ്രാവശ്യം നീ രോഗിയായി ആമേൻ കിടക്കയിലാകുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നെ ആമേൻ തലയുയർത്തി നിർത്തുവാനല്ല നീ എന്നെ തള്ളുന്നത്, ഞാൻ തകർന്നു പോകുവാനാണ് നീ എന്നെ തള്ളുന്നത്. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, എന്നെ തകർന്നു പോകുവാൻ സമ്മതിക്കാത്തൊരു തമ്പുരാൻ എന്നോട് കൂടെ നിൽക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ അവൻ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യും? തള്ളും. ഹല്ലേലൂയ. ആരാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ ചെയ്തു തള്ളി. പ്രാർത്ഥനക്കാരനായിരിക്കുന്ന ആമേൻ, ഹല്ലേലൂയ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ആമേൻ ഭക്തനായിരിക്കുന്ന ആമേൻ പ്രാർത്ഥനക്കാരനായിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി. ഹല്ലേലൂയ. ആമേൻ. എത്ര ഭക്തനെന്ന് പറഞ്ഞാലും ആമേൻ ചില ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ശത്രു നമ്മളെ തള്ളും യേശുവിന്റെ നാമത്തിൽ. രാത്രികാലം അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ചില ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരും. ഹല്ലേലൂയ. എന്തിനെന്നറിയാമോ? അവന് തള്ളുവാൻ ഒരു അവസരത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ബലഹീനതകളെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത് തിരിച്ചറിയാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വീഴുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ഹല്ലേലൂയ, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ താങ്ങി. ധൈര്യത്തോടെ പറയാൻ കഴിയണം. ആമേൻ, ഹല്ലേലൂയ. ശത്രുവേ, ആമേൻ, നീ എന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവന്നാൽ, നീ എന്റെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളെ കൊണ്ടുവന്നാൽ, ആമേൻ, നിന്റെ ഉദ്ദേശങ്ങൾ നടക്കത്തില്ല, നിന്റെ വെല്ലുവിളികൾ നടക്കത്തില്ല. ആമേൻ. കാരണം ആമേൻ, ഹല്ലേലൂയ, നിന്നെ തകർത്തവനാണ് എന്നോട് കൂടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ കാൽവരിയിൽ നിന്റെ തലയെ തകർത്തവൻ എന്നോട് കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വീണു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല. ആമേൻ. ഞാൻ തല ഉയർത്തി നിൽക്കും, ഞാൻ ബലത്തോടെ നിൽക്കും. ആമേൻ. ഞാൻ ശക്തിയോടെ നിൽക്കുമെന്നുള്ളതായ ഒരു ഉത്തമ ബോധ്യവും ധൈര്യവും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. അടുത്ത വാക്യം. യഹോവ എന്റെ ബലവും എന്റെ ആമേൻ. ഹല്ലേലൂയ. ഈ ഭക്തൻ പറയുകയാണ്, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവും എന്റെ കീർത്തനവുമാകുന്നു. കണ്ടോ? അകത്തളങ്ങളിൽ ആത്മാവിന്റെ അഭിഷേകമുള്ളവൻ വിശ്വാസത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നവൻ പറയുകയാണ്. ആമേൻ. അവിടെ വായിക്കുകയാണ്, യഹോവ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം, അവൻ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ദൈവം. അവൻ ആരാണ്? ഹല്ലേലൂയ. അവൻ, ഹല്ലേലൂയ, യഹോവ എന്റെ ബലമാണ്. ഹല്ലേലൂയ. അവൻ എന്റെ ബലമാണ്. ഞാൻ ബലഹീനനാണ്, പക്ഷേ എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവൻ ബലവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബലവാൻ നമ്മളോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? നമ്മൾ എന്തിനു പ്രയാസപ്പെടണം? ഹല്ലേലൂയ. നമ്മൾ ദുഷ്ടനെ നോക്കി എന്തിനു നമ്മൾ ഭയക്കണം? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അതാണ്. ആമേൻ. അവൻ ദൂരവേ നിന്ന് നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ നമ്മൾ ഭയന്നു പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്തളങ്ങളിൽ വിശ്വാസം ചോർന്നു പോകുകയാണ്, ആ ബലം നഷ്ടപ്പെട്ടു പോകുകയാണ്. അല്ലെങ്കിൽ അവൻ ദൂരെ നിന്ന്, അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ ദൂരെ നിന്ന് എന്ത് ചെയ്യുക? നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ആഴമാകുന്ന വിശ്വാസത്തെ അവൻ നമ്മൾ തന്നെ ചോർത്തിക്കളഞ്ഞിട്ട് നമ്മൾ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മൾ ഭയപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യഹോവ ആരാണ്? അവൻ ആരാണ്? യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ. അവൻ സിംഹമാണ്. ആമേൻ. സാത്താനെ കുറിച്ച് പറയുന്നത്, അവൻ അലറുന്ന സിംഹം പോലെ. ആമേൻ. അവൻ ആരെ കീറിക്കളൻ, ആരെ കടിച്ചു കീറണം എന്ന് അവൻ അലറുന്ന സിംഹം പോലെ കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ. മനസ്സിലായോ? ഹല്ലേലൂയ. അവൻ സിംഹമല്ല. ആമേൻ. അവൻ സിംഹത്തെ പോലെ, അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ അലറുന്ന സിംഹം പോലെ നമ്മളെ തകർത്ത് കളയാനായിട്ട് അവൻ ഓടി വരിക. എന്തിനെന്ന് ചോദിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ.
നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി കളയാൻ ആമേൻ ദൈവവചനം പറയുന്നു, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിന്നോട് കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നീ എന്തിനാ ഹല്ലേലൂയ ഈ ആമേൻ സിംഹത്തെ പോലെ ഉള്ള ഒരു ഹല്ലേലൂയ ഒരു ജന്തു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അവൻ നീ എന്തിനാ പേടിക്കുന്നത്? ഹല്ലേലൂയ. സിംഹമായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ മറ്റേ ഈ അന്ധകാര ശക്തി കണ്ട് ഭയപ്പെടണം യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ആമേൻ യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു. ഹല്ലേലൂയ. അടുത്തത് അവൻ എനിക്ക് രക്ഷയായി തീർന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, അവൻ ആരാണ്? ഈ ദൈവം, ഞാൻ ആരാധിക്കുന്ന ഈ ദൈവം, എന്നെ വീണ്ടെടുത്ത ഈ തമ്പുരാൻ. ഹല്ലേലൂയ. അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്റെ രക്ഷയാണ്. ഹല്ലേലൂയ. ഞാൻ അവനെയാണ് പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. രാത്രികാലം പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകല്ലേ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ക്ഷീണിച്ചു പോകല്ലേ. രാത്രികാലം ആമേൻ ഉറപ്പും ധൈര്യമുള്ളവരായി വിശ്വാസത്തിൽ പോരാടുന്നവരായിരിക്കുക. ഹല്ലേലൂയ. കാരണം ആമേൻ ഹല്ലേലൂയ നീ പിടിച്ചിരിക്കുന്നത് ആരെയെന്ന് നീ ആമേൻ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സങ്കടങ്ങൾ വരുന്നത്. ആമേൻ മറ്റുള്ളവർ നമ്മളെ നോക്കി ആമേൻ നിന്ദാവാക്കുകൾ പറയുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ നോക്കി പരിഹസിക്കുമ്പോഴൊക്കെ നമ്മൾ അകത്തളങ്ങളിലെ പ്രത്യാശ ഇല്ലാത്തത് കൊണ്ടാണ്. ആമേൻ ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ആരെയാണ് പിടിച്ചിരിക്കുന്നത്, എന്റെ മുൻപിൽ നിൽക്കുന്നത് ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ചെറിയ വാക്കുകൾ നമ്മളെ വളരെ വേദനപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തെ ആമേൻ ഹല്ലേലൂയ ചോർത്തി കളയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അടുത്തത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, വിശ്വാസത്തിൽ ആഴമായി നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസ പൈതലിന്റെ, ഒരു ദൈവ പൈതലിന്റെ, ഒരു ദൈവദാസന്റെ ആമേൻ ഒരു ദൈവ മക്കളുടെ ഭവനത്തിനകത്തളങ്ങൾ എന്തുണ്ട്? ആമേൻ. ഹല്ലേലൂയ. അവന്റെ ഭവനത്തിനകത്തളങ്ങൾ എന്തുണ്ട്? ഉല്ലാസത്തിന്റെ, ജയത്തിന്റെ ഹല്ലേലൂയ ഘോഷം ഉയരുകയാണ്. അവന്റെ ഭവനത്തിന്റെ അകത്തളങ്ങൾ ഉല്ലാസം, ജയം. അവിടെ പരാജയത്തിന്റെ വാക്കുകളില്ല. ഹല്ലേലൂയ. അവിടെ തോൽവിയുടെ വാക്കുകളില്ല. ഹല്ലേലൂയ. അവിടെ വേദനയുടെ വാക്കുകളില്ല. ആമേൻ. ഹല്ലേലൂയ. യഥാർത്ഥമായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ആമേൻ അതിനകത്തളങ്ങളിൽ ആമേൻ ഹല്ലേലൂയ അതിനകത്തളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാണ്. ഹല്ലേലൂയ. 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 നമ്മുടെയൊക്കെ ഭവനത്തിനകത്തളങ്ങളിൽ വരുന്ന എന്നും എന്ത് ചെയ്യാ? കണ്ണുനീര് നിലവിളി, കണ്ണുനീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൊക്കെ പറയുകയാണ്, ദുഷ്ടൻ എന്നെ തള്ളാന്നിട്ടല്ല, ദുഷ്ടന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് വരാഞ്ഞിട്ടല്ല. ആമേൻ ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു, എന്നെ തള്ളി. ആമേൻ ഹല്ലേലൂയ. ഞാൻ വീഴത്തക്കവണ്ണം അവൻ എന്നെ തള്ളി. ആമേൻ ഹല്ലേലൂയ. കർത്താവിൽ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ഈ തമ്പുരാൻ എന്നോട് കൂടെ നിൽക്കുന്നതുകൊണ്ട് അവൻ എന്നെ താങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ഭവനത്തിനകത്തളങ്ങൾ, എന്റെ ഹൃദയത്തിനകത്തളങ്ങൾ എന്തുണ്ട്? സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ജയത്തിന്റെ ഉല്ലാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രികാലം എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആമേൻ ഹല്ലേലൂയ തന്ത്രങ്ങളെ കണ്ട് അവന്റെ ഭയപ്പെടുത്തുന്നതായിരിക്കുന്ന ഭീരു പിടിച്ച വാക്കുകൾ കേട്ട് ഞാൻ ഭയന്നു പോകത്തില്ല. എന്റെ പ്രത്യാശ ഇല്ലാതെ പോകത്തില്ല. എന്റെ ഭവനത്തിനകത്തളങ്ങളെ പ്രത്യാശ ഇല്ലാതെ പോകത്തില്ല. ഞാൻ ജയത്തോടെ നിൽക്കാനിടയായിത്തീരും. എന്റെ ഭവനത്തിനകത്തളങ്ങൾ പ്രത്യാശയുടെയും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുയരുവാനിടയായിത്തീരും. കാരണം എന്നോട് കൂടെ നിൽക്കുന്നവൻ പ്രത്യാശയുടെ ദൈവമാണ്. എന്നോട് കൂടെ നിൽക്കുന്നവൻ ജയാളിയായ ദൈവമാണ്. എന്നോട് കൂടെ നിൽക്കുന്നവൻ രാജാവാണ്. എന്നോട് കൂടെ നിൽക്കുന്നവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. ഹല്ലേലൂയ. അവൻ എന്നോട് കൂടെയുള്ള ഉണ്ടായതുകൊണ്ട് എന്റെ ഭവനത്തിനകത്തളം നിരാശയല്ല, എന്റെ ഭവനത്തിനകത്തളം ഉല്ലാസത്തിന്റെയും അവൻ ജയത്തിന്റെയും ഘോഷം ഉയരുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ എന്താ ശത്രു ഒരു കടഭാരം ഇങ്ങോട്ട് തള്ളി കൊണ്ടുവരുമ്പോൾ നമ്മുടെ വിശ്വാസവും പോയി, നമ്മൾ ആകെ പടച്ചു.
ആമീൻ. ചെറിയൊരു കടവാൻ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആമീൻ. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമയിൽ പോയി. ഹല്ലേലൂയ. ആമീൻ. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, നമ്മുടെ ഉറപ്പ് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനൻ പറയുന്നു, ആമീൻ, ഹല്ലേലൂയ, ഇതൊക്കെ ആര് കൊണ്ടുവരുന്നതാണ്? ശത്രു കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. എന്നോട് കൂടെ ഒരുവൻ നിൽപ്പുണ്ട്, ആമീൻ, അവൻ എന്നെ ജയപൂർവ്വം. അടുത്ത വാക്യം, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈയോ അത് വീര്യം പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ എന്നെ വലങ്കൈയിൽ പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ വലങ്കൈയെ കുറിച്ച് അവൻ ഇവിടെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഭക്തൻ രേഖപ്പെടുത്തുകയാണ്. അവന്റെ വലങ്കൈയോ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അത് നിരാശ കൊണ്ടുവരുന്ന വലങ്കൈയല്ല. ആമേൻ ഹല്ലേലൂയ. നമ്മൾ നിരാശപ്പെട്ട് ക്ഷീണിച്ചു പോകത്തക്കവണ്ണമുള്ള വലങ്കൈയല്ല അത് നമ്മളെ ബലപ്പെടുത്തുന്ന വലങ്കൈയാണ്. ആ വലങ്കൈ നമ്മളെ പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തത്, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ആമേൻ. ഞാൻ മരിക്കയില്ല. ഹല്ലേലൂയ. അടുത്തത് കണ്ടോ? ഞാൻ ജീവനോടെ ഹല്ലേലൂയ. അതാണ് ഒരു ഭക്തന്റെ അകത്തളങ്ങളിൽ ഉറപ്പും പ്രത്യാശ. മനസ്സിലായോ? ഹല്ലേലൂയ. അതാണ് ഭക്തന്റെ അകത്തളങ്ങൾ, ഒരു വിശ്വാസിയുടെ അകത്തളങ്ങളിലെ പ്രത്യാശയും ഉറപ്പും അതാണ്. ആമേൻ. ഹല്ലേലൂയ. ഭക്തൻ പറയുകയാണ്, ആമേൻ, നീ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു, എന്നെ തകർത്ത് കളയാൻ, എന്നെ ഇല്ലാതാക്കി കളയാൻ, എന്റെ വാഗ്ദത്തങ്ങൾ എന്റെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. തമ്പുരാൻ, ആമേൻ, ഞാൻ ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുൻപേ എന്റെ മേൽ ചില വാഗ്ദത്തങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതിരിക്കാൻ ആമേൻ നീ എന്നെ ആമേൻ പലപ്പോഴും ആമേൻ എന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ, എന്നെ തകർത്ത് കളയാൻ ആമേൻ നീ എന്നെ നേരെ വെല്ലുവിളിച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഭക്തൻ പറയുന്നു, നിന്റെ വെല്ലുവിളികളൊന്നും നടക്കത്തില്ല, അവൻ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ഭക്തൻ പറയുകയാണ്, അവൻ വിശ്വാസത്തിന്റെ ഉറപ്പോടെ പറയുകയാണ്, ഞാൻ മരിക്കയില്ല. ആമേൻ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയാൻ കഴിയും? ശത്രുവേ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ തന്ത്രങ്ങളാൽ ആമേൻ ഞാൻ നശിച്ചു പോകത്തില്ല. ആമേൻ. എന്നെ കുറിച്ച് തമ്പുരാന് ഉദ്ദേശങ്ങളുണ്ട്, എന്നെ കുറിച്ച് തമ്പുരാന് പദ്ധതികളുണ്ട്, എന്റെ മേൽ വാഗ്ദത്തങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഞാൻ ശത്രുവിനെ നോക്കി പറയുക, ഞാൻ മരിക്കത്തില്ല. ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവനോടിരുന്ന് ഹല്ലേലൂയ യഹോവയുടെ പ്രവൃത്തികളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു രോഗം വന്നാൽ മതി, നമ്മുടെ വിശ്വാസത്തിന്റെ സകല തീക്ഷ്ണതയും പോയി. ആമീൻ. ഹല്ലേലൂയ. സകല തീക്ഷ്ണതയും പോയി. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിന്തയിൽ കയറി വരുന്നതൊന്നും നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പിന്നെ ഏത് ഡോക്ടറെ പോയി കാണണം, എവിടെ പോകണം, എവിടെ പോയാൽ പറ്റും, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളെ ആമീൻ ഹൃദയത്തെ അലട്ടുന്ന ഒരു ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ലോകത്തിന്റെ അന്ധകാര ശക്തി. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഇവിടെ ഭക്തൻ പറയുകയാണ്, ആമീൻ, എന്റെ മേൽ വാഗ്ദത്തങ്ങളുണ്ട്, എന്റെ മേൽ നിന്റെ നിയോഗങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അത് പ്രാപിച്ചെടുക്കാതെ, ആ നിയോഗങ്ങളിലേക്ക് ഞാൻ കയറി ചെല്ലാതെ, ഹല്ലേലൂയ, ആ വാഗ്ദത്തങ്ങൾ ഞാൻ പ്രാപിച്ച് സന്തോഷിക്കാതെ അവൻ ഞാൻ മരിക്കയില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ മരിക്കയില്ല. ആമേൻ. നീ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട്. അവൻ എന്നോട് കൂടെ നിൽക്കുന്നവൻ മരണത്തെ ജയിച്ചവനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ മരിക്കയില്ല, ഞാൻ മരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ജീവനോടിരുന്ന് എന്ത് ചെയ്യും? ദൈവത്തിന്റെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. നിന്നെ ആമേൻ ഹല്ലേലൂയ സാത്താൻ തള്ളിയ പല മേഖലകളുമുണ്ട്. ഹല്ലേലൂയ. നിന്റെ മുൻപേ പോയവർ വീണു.
ഹല്ലേലൂയ. നിന്റെ പിൻപേ വന്നവർ ഹല്ലേലൂയ വീണു. ജീസസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ മുൻപേ പോയവരെ ആര് തള്ളി? ഇവൻ തള്ളി, അവർ വീണു. ഹല്ലേലൂയ. നിന്റെ പിൻപേ വന്നവരുണ്ട്, അവരെയും എന്ത് ചെയ്തു? ഇവൻ തള്ളി, അവരും വീണു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ യേശുവിനെ അകത്തളങ്ങളിൽ ഇല്ലാത്ത മുൻപേ പോയവനെ നീ തള്ളി, അവൻ വീണു, നിലപരിയായി പോയി. ഹല്ലേലൂയ. ഈ തമ്പുരാനെ അകത്തളങ്ങളിൽ ഇല്ലാത്തവൻ പുറകിൽ വന്നു, നീ അവനെ തള്ളി, ഹല്ലേലൂയ, അവൻ വീണു, നിലപരിചയായി പോയി. പക്ഷേ നീ എന്നെയും തള്ളി, പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാനും അവൻ മുൻപേ പോയവനെ പോലെ, പിറകിൽ വന്നവനെ പോലെ അവൻ തകർന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ അവൻ എന്നെ താങ്ങുന്ന ഒരുവൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ കരം എന്നെ താങ്ങിയത് കൊണ്ട് ഞാൻ നിവർന്നു നിൽക്കുകയാണ്. ഹല്ലേലൂയ. നീ പുറത്ത് സഞ്ചരിക്കാത്തതാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ലോകങ്ങളിലേക്ക് ഇറങ്ങാത്തവരാണോ? ഹല്ലേലൂയ. നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരല്ലേ? നമ്മളെല്ലാവരും വാഹനങ്ങളിൽ സഞ്ചരിക്കും. വാഹനം ഉള്ളവർ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളവർ അതിൽ സഞ്ചരിക്കും, ഇല്ലാത്തവർ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സ്വന്തമായി വാഹനം ഓടിച്ച് അവൻ ഈ തിരക്കേറിയ അവൻ പാതയിൽ കൂടി പോകുമ്പോൾ അവൻ നമുക്കൊരു ബോധ്യമുണ്ട്, അവൻ ഞാൻ നല്ല കൺട്രോളിലാണ് ചെയ്യുന്നത്, വാഹനം ഓടിച്ചു കൊണ്ട് പോകുന്നത്. പക്ഷേ നിന്റെ എതിരെ വരുന്നവൻ എങ്ങനെയാണ് വാഹനം ഓടിച്ചു കൊണ്ടുവരുന്നത് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? രാത്രികാലം കർത്താവിനെ ഹല്ലേലൂയ, നന്നായി കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ അനർത്ഥങ്ങൾ മുൻപിൽ വന്നു, എത്രയോ അനർത്ഥങ്ങൾ മുൻപിൽ വന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ വീഴാഞ്ഞിട്ടല്ല, അവൻ ഞാൻ പലപ്പോഴും വീണിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ഹല്ലേലൂയ അവൻ എന്നെ തള്ളി ഞാൻ വീണിട്ടുണ്ട്. പക്ഷേ അവൻ തകർന്ന് ഞാൻ പോയില്ല. അവൻ ഹല്ലേലൂയ. എന്റെ മുൻപിൽ അനേകർ തകർന്നു വീണത് ഞാൻ കണ്ടു, പിൻപിൽ തകർന്നു വീണവരെ കണ്ടു, അവൻ ഹല്ലേലൂയ തകർന്നു വീണവരെ കണ്ടു. അവൻ എങ്കിൽ ഞാൻ വീണു, പക്ഷേ അവൻ ഞാൻ തകർന്നു പോകാൻ എന്റെ തമ്പുരാൻ സമ്മതിച്ചില്ല. അവൻ ഇന്ന് രാത്രികാലം അതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് ആ ഭക്തൻ പറയുന്നത്, ഞാൻ മരിക്കത്തില്ല, ഹല്ലേലൂയ, ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും മതി വരും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, നാവെനിക്കിത് പോരാ. ഹല്ലേലൂയ. നാളുകൾ എനിക്ക് പോരാ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് 10, 50, 30, 60, 70 ഹല്ലേലൂയ വയസ്സ് പ്രായമുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. ഈ പ്രായം ഹല്ലേലൂയ വരെയും നമ്മളെ നടത്തി, നമ്മളെ സൂക്ഷിച്ച്, നമ്മളെ കരുതി, ആമേൻ, ഹല്ലേലൂയ, അവന്റെ സംരക്ഷണത്തിൽ, അവന്റെ വലയത്തിനകത്താണ് നമ്മളെ നടത്തിയത് ഓർത്ത ഇന്ന് രാത്രികാലം പാട്ടുകാരനോട് ചേർന്ന് ആമേൻ, നമുക്ക് എത്ര പാടിയാലും മതി വരത്തില്ല. അവൻ നാവുകൾ ഇത് പോലെ കർത്താവേ, അവൻ നാളുകൾ ഇത് പോലെ കർത്താവേ, അവൻ കാരണം നീ ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ സങ്കീർത്തനക്കാരൻ ആമേൻ ഹല്ലേലൂയ പറയുന്ന ഒരു വാക്കുണ്ട്, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. 116 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിലൊന്ന് ഹല്ലേലൂയ വന്നാട്ടെ, 8 വാക്യത്തിലോട്ട് വന്നാട്ടെ. മരണത്തിൽ നിന്നും എന്നെ കണ്ണിനെ ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ആമേൻ ഹല്ലേലൂയ, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ ജീവിതത്തിൽ വന്ന മനുഷ്യനാ, ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയുന്നു, ആമേൻ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നന്ദി വാക്കുകൾ പറയുകയാണ്. ഹല്ലേലൂയ, ആമേൻ. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു.
ഹല്ലേലൂയ. എന്റെ തമ്പുരാൻ എനിക്കൊരു ആയുസ് വെച്ചിട്ടുണ്ട്. ആമേൻ. ആയുസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ എന്നെ തകർത്ത് കളയാൻ നീ പദ്ധതികൾ ഇട്ടു. ആമേൻ. നീ ഹല്ലേലൂയ നിരൂപണങ്ങൾ ഇട്ടു. ഹല്ലേലൂയ. ആമേൻ. നീ പല ഹല്ലേലൂയ ആവർത്തികൾ എന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ നോക്കി. ഹല്ലേലൂയ. തമ്പുരാൻ സമ്മതിച്ചില്ല. ആമേൻ. തമ്പുരാൻ എന്നെ സൂക്ഷിച്ചു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ പ്രാണനെ നീ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇതിനകത്തളങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ മുഖത്ത് നോക്കി പറയാ, ആമേൻ. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം മരണത്തിൽ നിങ്ങളെ വിടുവിച്ച ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടവരാണ്. ഹല്ലേലൂയ. നിങ്ങളെ വിടുവിച്ചത് ഓർത്താൽ ഇന്ന് രാത്രികാലം എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഇന്ന് രാത്രികാലം ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 12-ാം വാക്യം വായിച്ചു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇതെല്ലാം അനുഭവിച്ച് സന്തോഷങ്ങൾ അനുഭവിച്ച് ആമീൻ കൂടാരത്തിന്റെ അകത്തിറങ്ങി ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം അനുഭവിച്ച ആമീൻ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഹല്ലേലൂയ ആമീൻ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആമീൻ ഭക്തൻ പറയുന്ന ഒരു കാര്യമാണ്. അവൻ 12-ാം വാക്യത്തിൽ 16-ന്റെ 12 നമ്മൾ വായിച്ചത്, യഹോവേ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ആമേൻ ഞാൻ അവന് പകരമെന്ത് കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ മനസാക്ഷിയോടൊന്ന് ചോദിക്ക്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. കർത്താവേ ആമേൻ ഞാൻ എന്ത് നിനക്ക് പകരം നൽകും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ നീ ഇത്രത്തോളം കരുതിയത്, ആമേൻ എന്റെ ഭവനത്തെ നീ ഇത്രത്തോളം കരുതിയത്, ആമേൻ എന്റെ തലമുറകളെ നീ ഇത്രത്തോളം കരുതിയത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്ത് പകരം നൽകും അപ്പാ? ജീസസ്. ഹല്ലേലൂയ. 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 ഞാൻ എന്ത് പകരം കർത്താവേ ഞാൻ നൽകും? ഹല്ലേലൂയ. അടുത്തത് വായിച്ചു. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ നാമം, യഹോവയുടെ നാമം. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ നാമം. ഹല്ലേലൂയ. ആമേൻ. ഞാനോ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ, ആമേൻ നന്ദിയുള്ള ആദരങ്ങളോടെ, ആമേൻ ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ, എനിക്ക് തന്ന നന്മകൾ ഓർക്കുമ്പോൾ, അവൻ എന്റെ തലമുറകളെ കർത്താവ് മാനിച്ചു നോക്കുമ്പോൾ, എന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു നോക്കുമ്പോൾ, ഹല്ലേലൂയ അർഹിക്കാത്ത നന്മകൾ തന്ന കർത്താവ് മാനിച്ചു നോക്കുമ്പോൾ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ധകാര ശക്തിയുടെ പിടിയിലെ അവന്റെ അമിക്കയറിൽ നിന്ന് തന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്ന് അർഹിക്കാത്ത സന്തോഷം എന്റെ ജീവിതത്തിൽ തന്നതിനാൽ അവൻ ഞാൻ എന്തു പകരം നൽകുമപ്പാ? അവൻ ഞാൻ എന്തു പകരം നൽകുമപ്പാ? അവൻ ഈ സന്തോഷം എന്റെ ജീവിതത്തിൽ തന്നതിന്, ഈ സമാധാനം തന്നതിന്, ഈ സ്വസ്ഥത തന്നതിന് ഞാൻ എന്തു പകരം കൊടുക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ ലിസ്റ്റ് ആമേൻ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ നിരത്തി വെക്കുകയാണ്. നിരത്തി വെച്ചുകൊണ്ട് പറയുന്നു, ഹല്ലേലൂയ കർത്താവേ ആമേൻ ഞാൻ പട്ടുപോകേണ്ട സ്ഥാനത്ത് നിന്ന്, ആമേൻ ഹല്ലേലൂയ ആമേൻ ഞാൻ പുല്ല് കുരിച്ചു മാറേണ്ട സ്ഥാനത്ത് നിന്ന്, ആമേൻ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ നന്മകളെ പ്രാപിച്ചുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ സന്തോഷിക്കാൻ ആമേൻ ഞാൻ എന്തുള്ളൂ കർത്താവേ, ഞാൻ അതുകൊണ്ട് എന്ത് പകരം നിനക്ക് നൽകും? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കാന്ന് വിചാരിക്കല്ലേ, നമ്മുടെ കഴിവാന്ന് വിചാരിക്കല്ലേ.
ആമേൻ നമ്മുടെ പണശ്രേഷ്ഠത കൊണ്ടെന്ന് വിചാരിക്കല്ലേ, നമ്മുടെ ഹല്ലേലൂയ കൈയുടെ കരുത്ത് കൊണ്ടെന്ന് വിചാരിക്കല്ലേ. ആമേൻ ഇത് ദൈവത്തിന്റെ പരിപാലനം നിന്നോട് കൂടെ ഉണ്ടായതുകൊണ്ട്, ആമേൻ ദൈവത്തിന്റെ കരുതൽ നിന്നോട് കൂടെ ഉണ്ടായതുകൊണ്ട് ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായിക്കോ. ആ ദൈവത്തിന് ഹല്ലേലൂയ പുകഴ്ച കൊടുക്കാൻ തയ്യാറാകുക. ആമേൻ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുക. ആമേൻ സകലരുടെയും മുന്നിൽ നീ ലജ്ജയില്ലാതെ, ആമേൻ ലജ്ജ കൂടാതെ ഈ ദൈവത്തെ ഉയർത്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ലജ്ജകളൊക്കെ മാറട്ടെ. ഹല്ലേലൂയ സകലരും കാണുക നിന്നുകൊണ്ട് ഈ ദൈവത്തിന്റെ നാമത്തെ ഉയർത്ത്. ഈ തമ്പുരാനാണ് ഇവിടം വരെ കൊണ്ടുവന്നത്. ഈ തമ്പുരാനാണ് എനിക്ക് ഉയർച്ച തന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദേശത്ത് മറ്റുള്ള കുഞ്ഞുങ്ങൾ ആമേൻ ഹല്ലേലൂയ ആമേൻ നല്ല വിദ്യാഭ്യാസങ്ങൾ നേടിയപ്പോൾ ആമേൻ ഹല്ലേലൂയ നിന്റെ തലമുറകളെയും ആമേൻ ഹല്ലേലൂയ ആ മേഖലയിലേക്ക് കൊണ്ടുവന്നത് എന്റെ തമ്പുരാനാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ ബുദ്ധി മറ്റുള്ളവരെ പോലെ ഇല്ലാഞ്ഞിട്ടും, ആമേൻ മറ്റുള്ളവരെ പോലെ ജ്ഞാനമില്ലാഞ്ഞിട്ടും കഴിവില്ലാഞ്ഞിട്ടും ആമേൻ അവരെ ഇത്രത്തോളം കൊണ്ടുവന്നത് ആമേൻ തമ്പുരാന്റെ കഴിവാണെന്ന് നീ വിചാരിക്ക. മറന്നുപോകാതെ ദൈവത്തെ മഹത്വം കൊടുക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ പറ, യഹോവേ എനിക്ക് ചെയ്ത നന്മകൾ ആമേൻ സകലതും ആമേൻ ഹല്ലേലൂയ സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. യഹോവ അടുത്തത്. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ ദൈവം സകല ജാതികളും കാണുകയും. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്നതിനാണ് സകല ജാതികളും യേശുവിന്റെ നാമത്തിൽ സകല ജാതികളും കാണുകയും. ആമേൻ ദൈവം നിന്നെ ഉയർത്തിയതോർത്ത്, ദൈവം നിന്നെ നടത്തിയതോർത്ത്, ദൈവം നിന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചതോർത്ത് ഹല്ലേലൂയ സകല ജാതികളുടെയും മുൻപിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തെ നീ ഉയർത്ത. ദൈവത്തിന് നീ നന്ദി പറ. ദൈവത്തിന് നീ സ്തുതികളും സ്തോത്രങ്ങളും കരയറ്റ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ആമേൻ അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാം, സകല ജനവും സകല ജാതികളും കാണുക ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഞാൻ വീഴുവാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളി, എന്റെ ദൈവം എന്നെ താങ്ങാനിടയായി തീർന്നു. ആമേൻ ഞാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകുവാൻ തക്കവണ്ണം എന്നെ അവൻ തള്ളി. ആമേൻ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ബലത്തോടെ നിൽക്കുവാൻ സ്വർഗ്ഗം എന്നെ താങ്ങി. ഹല്ലേലൂയ ഞാൻ ധൈര്യത്തോടെ ഞാൻ പറയുകയാണ്, ഞാൻ മരിക്കത്തില്ല. ആമേൻ ഞാൻ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ അത്ഭുത പ്രവൃത്തികളെ കണ്ട് സന്തോഷിക്കും. ഞാൻ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രവൃത്തികളെ കണ്ട് അവന്റെ നന്മകളെ അനുഭവിച്ച് ഞാൻ സന്തോഷിക്കും. ഞാനും എന്റെ കുടുംബവും സന്തോഷിക്കും. ഞാനും എന്റെ തലമുറകളും സന്തോഷിക്കും. യേശുവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറകളോട് കൂടെ ആമേൻ ഹല്ലേലൂയ അവരുടെ നന്മകളെ കണ്ട് ആമേൻ അവരുടെ സന്തോഷത്തിൽ ഞാനും അവരോട് കൂടെ സന്തോഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരുടെ നന്മയെ കണ്ട് ആമേൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞാനും സന്തോഷിക്കും. ആമേൻ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ ഞാൻ ഭയന്നു പോകത്തില്ല, ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. ആമേൻ ഹല്ലേലൂയ ഞാൻ ചഞ്ചലിച്ചു പോകത്തില്ല. ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽക്കും. കാരണം ആമേൻ ഹല്ലേലൂയ ക്രൂശിൽ ജയാളിയായവൻ എന്നോട് കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അഖിലാണ്ടത്തിന്റെ ഉടയവനായവൻ എന്നോട് കൂടെയുണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല, താഴ്ന്നു പോകത്തില്ല. ആമേൻ ഹല്ലേലൂയ ഞാൻ ബലത്തോടെ നിന്ന് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കണ്ട് സന്തോഷിക്കുമെന്ന് ഇന്ന് രാത്രികാലം ഉറക്കെ പ്രഖ്യാപിക്കാം. അവൻ ലജ്ജിച്ച് ഓടിപ്പോകുവാനിടയായി തീരും.
യേശുവിന്റെ നാമത്തിൽ അവന്റെ തന്ത്രങ്ങളെ നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് അവൻ എടുത്തുകൊണ്ട് ഓടിപ്പോകാനിടയായി തീരും. ഇന്ന് രാത്രികാലം നീ ധൈര്യത്തോടെ നിൽക്ക, ബലത്തോടെ നിൽക്ക. ഇന്ന് രാത്രികാലം ഈ വചനത്താൽ നമ്മെ സ്വർഗം സഹായിക്കുമാറാകട്ടെ. ആമേൻ. അപ്പച്ചോ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം. പ്രാർത്ഥിക്കാം. പരിയവനായ കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തി. ആമേൻ. പല പ്രതികളിലും പ്രയാസമൊക്കെ നാളുകളിൽ നടത്തി. ആമേൻ. ഇന്ന് ഈ രാത്രി